സാഹിത്യരംഗത്തുള്ള അല്ലെങ്കിൽ സംഗീത രംഗത്തുള്ള എവിടെയാണെങ്കിലും അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു രചനയായിരിക്കണം. അതിനെ പരിഗണിച്ചിട്ട് വേണം സിലബസിൽ ഇതിനെ പുതുതായിട്ട് ചേർക്കാൻ. 100% ഞാൻ യോജിക്കുന്നു. അപ്പൊ ആ രീതിയിലത്തേക്കുള്ള സംഭാവനകളൊക്കെ തന്നെ ഹിരൺദാസ് മുരളി അല്ലെങ്കിൽ വേടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ടെന്ന് വേടൻ തന്നെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്നാമത്തെ കാര്യം. എന്നെ തേച്ചതാണല്ലേ. 2, അദ്ദേഹത്തിന്റെ ഈ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടില് അത് എഴുതി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകം പോലുമില്ല. ആകെ നമുക്ക് കിട്ടുന്നത് യൂട്യൂബ് ലിങ്കാണ്. അവിടെ അതിന്റെ ലിറിക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ മൊത്തം അക്ഷരത്തെറ്റുമാണ്. ഇടിവെട്ടിവന്റെ തല പാമ്പ് കടിച്ചോടാ ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച്. അപ്പൊ ഞാൻ പറയുന്നത് ഇതാണോ നമ്മുടെ അക്കാഡമിക് നിലവാരം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ലിറിക്സ് കിട്ടുന്ന തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇപ്പോൾ ഉള്ള എല്ലാ ഗാനമേളകളിലും പോകുന്ന ഒരു പാട്ടുണ്ട്. നമുക്ക് അതിനെ വെക്കാം. നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ, കുറെ സമയമായിട്ട് കളിയാക്കണ്. അതിലും വളരെ കൃത്യമായിട്ടുള്ള നല്ല രീതിയിലത്തേക്കുള്ള ആശയമുണ്ട്. കേരളത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, തുഞ്ചൻ പറമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിനെ വെക്കാം, താരതമ്യ പഠനമാകാം. അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചെക്കന്റെ സംസാരം തീരെ പിടിക്കില്ല കേട്ടോ. ഞാനിതിൽ കാണുന്നത് ആ ഒരു പാട്ടിന്റെ വരികളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ചരിത്രപരമായിട്ടും മതപരമായിട്ടും അതിൽ കൊടുക്കുന്ന ഒരു ഇമേജറി ഉണ്ട്. ആ ഇമേജറി എന്ന് പറയുന്നത് പ്രകോപനപരമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെയൊക്കെ വഴിയില്ല. അമിതമായിട്ടുള്ള രാഷ്ട്രീയം, വളരെ പൊളിറ്റിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പാഠഭാഗം, അത് പെഡഗോജിക്കലി സൂട്ടബിൾ ആണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതാണ്. കാരണം ONVയുടെയോ കക്കാടിന്റെയോ ഏതെങ്കിലും ഒരു കൃതി ആരോടും ചോദിക്കാതെ കണ്ണടച്ചെടുത്ത് സിലബസിൽ ചേർക്കുന്നത് പോലെ അല്ല ഇത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ മെറിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും പിന്നെ ശ്രീ ബഷീർ അടക്കം ഇതിന്റെ വരികളിലേക്ക് പോയിട്ടുണ്ടാകുമല്ലോ. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അക്കാദമികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തിയാധിഷ്ഠിതമാണ്. അത് വളരെ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ അണ്ടർടോൺ ഉള്ള വരികളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. മതം എന്ന് പറയുന്നത് ഒന്നാമത്തെ കോൺസെപ്റ്റ്, ഭാരതത്തിന്റെ കോൺസെപ്റ്റ്, നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന കോൺസെപ്റ്റിൽ മതം ഒരു ഇരുളല്ല. മതം ആൾക്കാരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന അവരുടെ വിശ്വാസ സംബന്ധിയായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആ രീതിയിൽ ഭാരതവുമായിട്ട് ചേർന്നിട്ടത് കറക്റ്റ് അല്ല. മ്യാൻമറിൽ ബുദ്ധൻ ആയുധമേന്തി ചുടുചോര മോന്തി നിൽക്കുന്നുവെന്നാണ്. നമ്മൾ വളരെ ആദരവോടുകൂടി കാണുന്ന ബുദ്ധിസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീക നിർമ്മാണമാണ് അവിടെ നടക്കുന്നത്. നീ എന്നെ ചതിക്കുകയായിരുന്നു, ഞാൻ പതുങ്ങിയിരിക്കുകയായിരുന്നു. റോഹിംഗ്യ വിഷയമാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിൽ അതിനെ തീർത്തും ഏകപക്ഷീയമായി കാണുന്ന ഒരു സമീപനം. എന്താ എന്റെ ഉദ്ദേശം? മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദം അല്ലെങ്കിൽ മതത്തിന്റെ പേരിലാണ് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾ കാണിക്കുന്ന, അതിൽ പ്രവർത്തിക്കുന്ന അക്രമികളാണ് അവരെന്ന് കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കണോ? ഇത് വല്ല ഇടങ്ങേറായല്ല. വേണ്ട എന്നുള്ളതാണ് എന്റെ പക്ഷം. അപ്പൊ അതെന്തുകൊണ്ടാണ് ഈ ബുദ്ധന്റെ കാര്യത്തിൽ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് അതിനെ സിലബസിൽ ചേർക്കുന്ന ആൾക്കാർ അത് ശ്രദ്ധിക്കാത്തത്? സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ.